ഡൽഹിയിൽ ഇന്നലെ വായുമലിനീകരണത്തിനെതിരെ പ്രതിഷേധിച്ചവർക്ക് മാവോയിസ്റ്റ് ബന്ധമെന്ന സൂചന. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് കമാൻഡർ മാർഖി ഹിത്മയുടെ പോസ്റ്ററുകൾ ഇവർ ഉയർത്തിയിരുന്നു. ഇന്ത്യ ഗേറ്റിന് സമീപം റോഡ് ഉപരോധിച്ചു നടത്തിയ സമരത്തിൽ പോലീസിന് നേരെ കുരുമുളക് സ്പ്രേയും പ്രയോഗിച്ചിരുന്നു. തുടർന്ന് അറസ്റ്റ് ചെയ്ത പ്രതിഷേധക്കാരെ പോലീസ് ഇന്ന് പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കി. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നു. ജിഷ്ണു, എന്താണ് പുതിയ വിവരങ്ങൾ ഈ വാർത്തയിൽ? കൃഷ്ണാജി, ഇപ്പോൾ അറസ്റ്റിലായ പ്രതികളെല്ലാം തന്നെ പ്രതിഷേധക്കാരെല്ലാം തന്നെ ഡൽഹിയിൽ പട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇന്നലെയാണ് ഡൽഹിയിൽ വായു മലിനീകരണത്തിനെതിരെ ഒരു കൂട്ടം ആളുകൾ ഇന്ത്യ ഗേറ്റിന് സമീപം പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. ശരിയാണ്, ഡൽഹി ഉൾപ്പെടെയുള്ള രാജ്യ തലസ്ഥാനത്തും അതിന് സമീപ പ്രദേശങ്ങളിലും നിലവിൽ വായു മലിനീകരണം രൂക്ഷമാണ്. എന്നാൽ ഇതിനെതിരെ പ്രതിഷേധിച്ചവർ ഇന്ത്യ ഗേറ്റിന് തന്ത്രപ്രധാനമായ മേഖലയിൽ റോഡ് ഉപരോധിക്കാൻ ശ്രമിച്ചു. കൂടാതെ അവർ അടുത്തിടെ ആന്ധ്രാപ്രദേശിൽ ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് കമാൻഡർ മാധവിയുടെ പോസ്റ്ററുകൾ ഉയർത്തിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഡൽഹി പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. സാധാരണഗതിയിൽ ഈ രാജ്യ തലസ്ഥാനത്ത് ഇന്ത്യ ഗേറ്റിന് സമീപത്ത് തന്ത്രപ്രധാന മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും തന്നെ അനുവദിക്കുന്നതല്ല. എന്നാൽ പ്രതിഷേധക്കാർ പോലീസിന്റെ നിയന്ത്രണങ്ങൾ മറികടന്നുകൊണ്ട് അവിടെ റോഡ് ഉപരോധിക്കാൻ ശ്രമിച്ചു. ആ റോഡ് ഉപരോധിച്ച പ്രതിഷേധക്കാരെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ ഉദ്യോഗസ്ഥർക്ക് നേരെ കുരുമുളക് സ്പ്രേ പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ അക്രമ സ്വഭാവത്തോടു കൂടിയാണ് പ്രതിഷേധക്കാർ പെരുമാറിയതെന്നും ഈ പ്രതിഷേധത്തിന് മാവോയിസ്റ്റ് സ്വഭാവമുണ്ട് എന്നുള്ള നിഗമനത്തിലുമാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. നിലവിൽ പട്യാല ഹൌസ് കോടതിയിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതിഷേധക്കാരെ ഹാജരായിട്ടുണ്ട്. ജാമ്യം നൽകരുതെന്നും കൂടുതൽ വിശദമായ അന്വേഷണം വേണമെന്നും കർശനമായ നിയമ നടപടി വിഷയത്തിൽ ഉണ്ടാകും എന്നുള്ളതുമാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം കുരുമുളക് സ്പ്രേ പ്രയോഗിച്ചതിൽ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥർ നിലവിൽ ഡൽഹി RML ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിലവിൽ അറസ്റ്റിലായവരുടെ കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്നും കൂടുതൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും ഇവർക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ടോ എന്ന സൂചനയുണ്ട് എന്നുള്ളതുമാണ്. ഡൽഹിയിൽ ഇന്നലെ വായുമലിനീകരണത്തിനെതിരെ പ്രതിഷേധിച്ചവർക്ക് മാവോയിസ്റ്റ് ബന്ധം എന്ന വാർത്ത വരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.